SAR ജോലിയിൽ വീഴ്ച, BLOമാർക്കെതിരെ കേസെടുത്തു പോലീസ്. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10ലേക്ക് സ്വാഗതം. SAR ജോലിയിൽ വീഴ്ച വരുത്തിയ BLOമാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 32 പ്രകാരം നോയിഡ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. BLOമാരെ കൂടാതെ 7 സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. SAR ജോലിയിൽ BLOമാർ നേരിടുന്ന സമ്മർദ്ദത്തിനെതിരെ വ്യാപക പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നതിനിടെയാണ് പോലീസ് BLOമാർക്കെതിരെ കേസെടുത്തത്. നരേന്ദ്രമോദി സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ 4 ലേബർ കോഡുകളെ ആന്റി ലേബർ കോഡുകൾ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ നിയമസംഹിതകൾ എന്നാണ് വിളിക്കേണ്ടതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രാവീണ്യം ഉള്ളവരാണ് അവർ. ആടിനെ ചെന്നായ ആക്കാനും ചെന്നായെ ആടാക്കാനും അവർക്ക് കഴിയും. ഈ 4 കോഡുകൾ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ മുഖ്യപ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ച് NIA അന്വേഷിക്കും. 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. സജിൻ, നാസർ, നജീബ്, നൌഷാദ്, മൊയ്തീൻ കുഞ്ഞ്, ആയുബ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. കഴുത്തിന് പരിക്കേറ്റ് ചികിത്സയിലുള്ള ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ KL രാഹുലാണ് ടീമിനെ നയിക്കുക. ദീർഘ ഇടവേളയ്ക്ക് ശേഷം ഋഷഭ് പന്ത് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തി. പന്താണ് വൈസ് ക്യാപ്റ്റൻ. യശസ്വി ജയ്സ്വാളും ടീമിലുണ്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട അധ്യാപകനും BJP നേതാവുമായ K പത്മരാജനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സ്കൂൾ മാനേജർ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. കേസിൽ BJP നേതാവായ പത്മരാജൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. മുൻ MLA PV അൻവറിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ആഴ്ച കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് അയക്കും. കള്ളപ്പണം നിരോധന നിയമപ്രകാരം അൻവറിന്റെ വീടുകളിലും സ്ഥാപനങ്ങളും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ തേജസ് യുദ്ധവിമാനം തകർന്ന് മരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സാലിന് വിട. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ച ഹിമാചൽ പ്രദേശ് സ്വദേശിയായ നമാംഷിന്റെ ഭൗതികദേഹം ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ഗ്രാമമായ പാട്യൽക്കാറിൽ എത്തിച്ച് പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം തോട്ടാത്തോട് ഭാഗത്ത് ഹൗസിംഗ് ബോട്ടിന് തീപിടിച്ചു. തക്ക സമയത്ത് അതിഥികളെയും ജീവനക്കാരെയും കരക്കെത്തിക്കാൻ സാധിച്ചതിനാൽ ജീവഹാനി ഒഴിവായി. തത്തമ്പള്ളി പാലപ്പറമ്പിൽ ജോസഫ് വർഗീസിന്റെ ഉടമസ്ഥയിലുള്ള ഓൾ സീസൺ ബോട്ടിലാണ് അപകടമുണ്ടായത്. യൂറോപ്പിലുടനീളം ഹമാസ് പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്നും രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ്. യൂറോപ്യൻ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്താൽ ആയുധങ്ങൾ കണ്ടെത്താനും സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും ആസൂത്രിതമായ ആക്രമണങ്ങൾ തടയാൻ സാധിച്ചുവെന്നും മൊസാദ് അറിയിച്ചു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.